ഇതാണ് ഗൈസ്, വില മാത്രം നോക്കിയാൽ പോരാ, ബാക്കിയുള്ളതുകൊണ്ട് വായിക്കണം. എന്നുള്ള വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു റെഡ് ഫ്ലഷ് എന്ന്. ഞാൻ വിചാരിച്ചു വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കുമെന്ന്. എനിവേ വീട്ടിൽ കൊണ്ടൊന്ന് മുറിച്ച് കഴിക്കാൻ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് റെഡ് ആണെന്ന്. ഞാൻ റെഡ് ചൂസ് ചെയ്യാത്തതിന്റെ കാര്യം, റെഡിന് കുറച്ച് മധുരം ഉണ്ട്, ഒരു ഇത്തിരി മധുരം. പൊതുവേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ നിർവികാരിയായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ നിർവികാരത ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. ബിക്കോസ് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് മധുരമില്ലാത്ത അതാണ് ഇഷ്ടം, വൈറ്റ് ആണ് അത് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തനിമലയാളം നാടൻ ചേച്ചി പറഞ്ഞ പോലെ അവർക്ക് അവയ്ക്കാടെ മുറിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പറഞ്ഞ പോലെ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൊലി പീൽ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് ആയതുകൊണ്ട് പൊതുവേ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചതും അതുപോലെ റിച്ച് ഫൈബർ ഉള്ള ഈ ഫ്രൂട്ട് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. മുറിച്ച എങ്ങനെ പോയാലും എല്ലാവരും കൂടെ കൈയിട്ട് വരുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ മുറിച്ച ആളെന്നെ ആദ്യം ടേസ്റ്റ് നോക്കി പാളയത്തമ്മയൊക്കെ ആയി ഞാൻ കുറച്ച് നേരത്തേക്ക്. ബിക്കോസ് അത്രയും കളർ നമ്മുടെ നാക്കി പിടിക്കോട്ടോ. എത്രയൊക്കെ വികാരമില്ലാത്ത ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞാലും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറഞ്ഞാലും ഈ ഫ്രൂട്ടിന് എന്നും ഡിമാൻഡ് തന്നെയാണ്. അപ്പൊ അത്രയുള്ളൂ ഗായ്സ്.